ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ക്രേസി ക്രാഫ്റ്റ് ആൻഡ് ടേസ്റ്റി ഫിഷിലേക്ക് സ്വാഗതം. ഹായ് ഹായ് പറ. അപ്പൊ നമ്മള് സ്റ്റാർട്ട് ചെയ്യാം. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ പിന്നെയും ഒരു ട്രാവൽ വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. ബാംഗ്ലൂർ വന്നിട്ട് 1 ഇയർ കഴിഞ്ഞെങ്കിലും നമ്മളിത് ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നത്. അശ്വിനെയും കൊണ്ട് നാട്ടിലൊക്കെ പോയും വരികയും ചെയ്യുമെങ്കിലും ഇതുപോലൊരു റോഡ് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റെ ഒരു ചെറിയ ടെൻഷനും കൂടി നമുക്കുണ്ട്. നമ്മളെവിടെ പോകണമെന്ന് പറഞ്ഞില്ലല്ലേ, നമ്മൾ മൈസൂരിലേക്കാണ് പോകുന്നത്. രാവിലെ 6:30 ആയപ്പോഴത്തേക്കും നമ്മൾ ആ ട്രാവൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ടൊരു 9:30 ആയപ്പോഴത്തേക്കും നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറി. അശ്വിനുള്ള ഫുഡ് ഞാൻ കൊണ്ടുവന്നു. നമ്മളവിടെ നിന്ന് വെജ് ദോശയും ഇഡലിയൊക്കെ കഴിച്ചു. എന്നിട്ട് നമ്മളെ ട്രിപ്പ് പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പ്രതീക്ഷിച്ചത് നല്ലൊരു ട്രിപ്പായിരുന്നു ഈ മൈസൂർ പോകുന്നത്. കാരണം പിള്ളേർ നല്ല ഹാപ്പി ആയിട്ട് ബേക്കിൽ കളിച്ചിരുന്നു. ഒരു ഡിസ്റ്റർബൻസും ഇല്ല. അവർക്ക് ഉറക്കം വരുമ്പോൾ ബേക്കിൽ അങ്ങനെ കിടന്ന് ഉറങ്ങി. പിന്നെ ട്രാഫിക് ആണെങ്കിലും രാവിലെ ഇറങ്ങിയത് തന്നെ മെയിൻ ട്രാഫിക്കുള്ള ഏരിയയിൽ നിന്നൊക്കെ നമുക്ക് പെട്ടെന്ന് പോകാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഹൈവേയിലാണ് കയറിയത്. ഹൈവേ കയറിയാൽ പിന്നെ ട്രാവൽ നല്ല സ്മൂത്തായിരുന്നു. നല്ല രീതിയിൽ ഒരു ശല്യവും ഇല്ലാതെ നമ്മളങ്ങ് ട്രാവൽ ചെയ്തു. മൈസൂർ എത്തുന്നതിന് മുമ്പ് നമ്മൾ ഫസ്റ്റ് വിസിറ്റ് ചെയ്തത് രംഗനാഥ് ബേർഡ് സാങ്ച്വറിയിലാണ്. മൈസൂർ പോകാൻ പ്ലാൻ ചെയ്യുന്നവരാണെങ്കിൽ ഈ ഒരു ബേർഡ് സാങ്ച്വറിയും കൂടെ വിസിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം അവിടെ ക്രൊക്കോഡിൽ പാർക്കുണ്ട്. പിന്നെ നമുക്ക് പലതരം സ്പീഷീസിലുള്ള ബേർഡ്സിനെ കാണാം. ഫസ്റ്റ് എൻട്രൻസ് ഇതാണ്. കാർ പാർക്കിംഗ് എന്ന് പറയുന്നത് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള കാർ പാർക്കിങ്ങും ആയിരുന്നു. രംഗനാഥ് ബേർഡ് സെഞ്ചുറി കർണാടകയിലെ ലാർജസ്റ്റ് ബേർഡ് സെഞ്ചുറിയാണ്. ഫസ്റ്റ് പറയാനുള്ളത് ഭയങ്കര ക്ലീനാണ്. നല്ല രീതിയിൽ അവർ മെയിൻറ്റെയിൻസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുഞ്ഞുങ്ങളെ ആണെങ്കിൽ താഴെ നിർത്തി കൊണ്ടുപോകാം. എല്ലായിടും നല്ല ക്ലീനായിട്ടിരിപ്പുണ്ട്. നല്ല സൈലൻ്റ് ആണ്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെടും ആ ഒരു അറ്റ്മോസ്ഫിയർ. ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ടിംഗ് ആണ്. ബോട്ടിങ്ങിലൂടെയാണ് നമുക്ക് ക്രൊക്കോഡിലിനെയും ബേർഡ്സിനെയൊക്കെ കാണാൻ പറ്റും. ബോട്ടിങ്ങിനായിട്ടുള്ള സേഫ്റ്റി ജാക്കറ്റൊക്കെ ഇട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമ്മൾ. അശു ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഇത് അർഷുവിൻ്റെ ഫസ്റ്റ് ടൈമാണ് ബോട്ടിങ്ങിന് പോണത്. ഈ ബോട്ടിങ്ങിന് പോകുമ്പോഴത്തേക്കും ക്രൊക്കോഡിൽ ബേർഡ്സ് പലതരത്തിലുള്ള ബേർഡ്സിനെ കാണാൻ പറ്റും. അതിൻ്റെ കൂടുകൾ കാണാൻ പറ്റുമെന്ന് അവർ പറഞ്ഞത്. അശു ആണെങ്കിൽ വിളിച്ചിട്ട് നോക്കുന്നതും ഇല്ല, ചിരിക്കുന്നതും ഇല്ല. അവ ഇങ്ങനെ ഒരേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നവന് പേടിയായിട്ടാണ്. ഫസ്റ്റ് ടൈം ആയതുകൊണ്ടല്ലേ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും അവൻ കാണിക്കുന്നുണ്ട്. ഇത് കണ്ടു. ഈ ബേർഡിൻ്റെ നെയിമാണ് സൈബേരിയൻ പെലിക്കൻസ്. ഇതൊരു മൈഗ്രേറ്ററി ബേർഡാണ്. ഇത് നവംബർ ടു ജൂൺ വരെയാണ് നമുക്കിവിടെ കാണാൻ കഴിയും. അത് കഴിഞ്ഞിട്ട് ഇത് തിരിച്ച് അതിൻ്റെ നാട്ടിലേക്ക് പോവും. ആ ഏരിയയിൽ ഫുള്ള് പല ഇനം ബേർഡ്സുകൾ കൂട്ടിയേക്കുന്നതാണ്. കൂടുതലും പെലിക്കൻസാണ് കാണുന്നത്. പിന്നെ കൂടുതൽ എനിക്ക് അത്രയും ക്ലോസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അല്ലെങ്കിൽ വേറെയും നല്ല കുറച്ച് ബേർഡ്സ്, നല്ല ഭംഗിയുള്ള ബേർഡ്സൊക്കെ അവിടെ നമുക്ക് കാണാൻ പറ്റി. ഇത് കണ്ടില്ലേ, ഇത് ഫസ്റ്റ് നമ്മൾ കരുതി ഒരു സ്റ്റോണാണ് എന്നാണ് കരുതിയത്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴേ അത് തല പൊക്കിയത്. അപ്പോഴാണ് മനസ്സിലായത് അത് ക്രൊക്കോഡിലാണെന്ന്. പിന്നെ ഓരോ ഏരിയയിലും ഇതുപോലെ വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കിടക്കുന്ന ക്രൊക്കോഡിൽസിനെ കണ്ട് നല്ല ക്ലോസ് ആയിട്ട് ആ ബോട്ട് കൊണ്ട് നിർത്തി നമുക്ക് വീഡിയോ എടുക്കാനൊക്കെ സമ്മതിച്ചത്. ഇത് കണ്ടോ, വേറെ വേറെ ബേർഡ്സുകളൊക്കെ ഉണ്ട്. ഇതും പെലിക്കൻസാണ്. വലിയ ബേർഡാണ്. നല്ല വലിയ കൂടാണ് കൂട്ടി വെച്ചേക്കുന്നത്. ആ മരത്തിലൊന്നും ഇലയൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടിൻ്റെ ആ സൈസ് നമുക്ക് നല്ലപോലെ കാണാൻ പറ്റും. അതിനെ ഇങ്ങനെ നോക്കി താഴോട്ട് നോക്കിയപ്പോഴത്തേക്കുമാണ് ഇവിടെയും 2 പേര് വെയിൽ കൊള്ളാൻ വേണ്ടിയിട്ട് കിടക്കുന്നത് കണ്ടത്. ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നമ്മൾ വന്നത് വേസ്റ്റ് ആയില്ല. പെട്ടെന്ന് തീർന്നു പോയി. ബോട്ടിങ് പെട്ടെന്ന് കഴിഞ്ഞു പോയ പോലെ തോന്നി. പിന്നെ ഇവിടെ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ വലിയ പ്ലാൻ ചെയ്യാത്തതുകൊണ്ട് തന്നെ ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ആകെ അറിയാവുന്നത് ബോട്ടിങ്ങും ക്രൊക്കോഡിൽ പാർക്കും ഉണ്ടെന്ന് മാത്രമേ അറിയാവുള്ളായിരുന്നു. ഇതുപോലൊരു ചെറിയ ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു.
പിന്നെ ഇതുപോലെ നടന്ന് നമുക്ക് റെസ്റ്റൊക്കെ എടുക്കാനും ഇരിക്കാനും ഒക്കെ ഉള്ള ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ഏരിയകളുണ്ടായിരുന്നു. ഇവിടെയൊക്കെ ഇരുന്ന് നമുക്ക് റെസ്റ്റ് എടുക്കാം, പിള്ളേരെ കളിക്കാൻ വിടാം, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കണ്ടത് ഇതാണ്ട് ഈ ഒരു ബട്ടർഫ്ലൈ പാർക്ക് എന്നിട്ടേക്കുന്ന ഈ ഒരു ഏരിയ ആയിരുന്നു. പക്ഷേ ഇവിടെ ഞാൻ ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ബട്ടർഫ്ലൈസിൻ്റെ ഒന്നും കണ്ടില്ല. പിന്നെ ഈ ഒരു സ്റ്റാച്യു ഉള്ളായിരുന്നു, ഫോട്ടോയ്ക്കൊക്കെ നല്ല രസമായിരിക്കും ഈ ഒരു സ്റ്റാച്യു. പിന്നെ അവിടെ നല്ല ക്ലീൻ ആയതുകൊണ്ട് തന്നെ ഹർഷിവും നല്ല ഓടിക്കളിച്ചു. അവർക്ക് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്നു, പാർക്കുണ്ടായിരുന്നു അവിടെ. പിന്നെ കുറച്ച് നടന്നു വന്നപ്പോഴത്തേക്കും ദാണ്ട് ഇതുപോലെ റെസ്റ്റ് എടുക്കാനുള്ള ഒരു ഏരിയ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് ആരുമില്ല. അങ്ങനെ ദാണ്ട് ഇവർ രണ്ടുപേരും കൂടെ ഓടിക്കളിക്കുകയായിരുന്നു ഇവിടെ. പിന്നെ കുറച്ച് നേരം പിള്ളേരെ അവിടെ പാർക്കിലൊക്കെ കളിപ്പിച്ചിട്ട് നമ്മൾ പിന്നെയും അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. കാരണം നേരത്തെ മൈസൂർ എത്തണം, അതായിരുന്നു നമ്മുടെ പ്ലാൻ. മൈസൂരിൽ നിന്നും 18 കിലോമീറ്റേഴ്സാണ് നമ്മൾ ഈ ഒരു ക്രൊക്കോഡൈൽ പാർക്കിലേക്ക് വരാൻ വേണ്ടിയിട്ട്. പിന്നെ അതാണ്ട് പിള്ളേർ കണ്ടില്ലേ, ഈ ഒരു ബെഡ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു കേട്ടോ ഈ ട്രാവലിൽ. കാരണം അവരുടേതായ രീതിയിൽ കളിച്ച് കിടന്നുറങ്ങി അങ്ങനെ അങ്ങ് ടൈം അങ്ങ് പോയി അവർക്ക്. കാർ ബെഡിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. പിന്നെ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് അവിടുത്തെ പൂജാരീസ് ഫിഷ് ലാൻഡ് എന്ന് പറയുന്ന ഒരു റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. നല്ല ആംബിയൻസ് ആയിരുന്നു. നമുക്കവിടെ കാണാൻ വേണ്ടിയിട്ട് കുറേ ഉണ്ട്. നമ്മൾ കയറുന്ന എൻട്രൻസ് ആണിത്. നമ്മൾ വല്ല കോവിലൊക്കെ കയറുന്ന കണക്കുള്ള ആ ഒരു എൻട്രൻസ് ആയിരുന്നു അവിടെ. അകവും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട്, നല്ല രസമായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. പിന്നെ ഫുഡ് ഓക്കെ ആയിരുന്നു. നമ്മളങ്ങനെ കൂടുതൽ പുതിയതായിട്ടുള്ള ഒന്നും ട്രൈ ചെയ്തില്ല. പിന്നെ ഇത് അവിടുത്തെ പഴയ കാറുകൾ അങ്ങനെയുള്ളതൊക്കെ ആയിരുന്നു. പിന്നെ അവിടെ തന്നെ ഈ തൊഴുത്തും അതിൽ പശുവും അത് ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, അതാ ഈ ഒരു ഫോട്ടോ ഇട്ടത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഒരു 2 മണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ മൈസൂർ എത്തി. പിള്ളേരും ഇടയ്ക്കൊന്ന് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. പിന്നെ നമ്മൾ ആനിവേഴ്സറി സ്പെഷ്യലായിട്ട് പോയ ഒരു ട്രാവലായിരുന്നു, ഒരു ട്രിപ്പായിരുന്നു. സോ ചേട്ടൻ നമുക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സ്യൂട്ട് റൂമായിരുന്നു ബുക്ക് ചെയ്തിരുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഭയങ്കര ഒരു സർപ്രൈസായിരുന്നു നമുക്ക്, എനിക്കും ആരവിനും ഒക്കെ ഒരു വലിയ സർപ്രൈസായിരുന്നു. നല്ലൊരു റൂമായിരുന്നു കിട്ടിയത് യുവരാജ് എന്ന് പറയുന്ന ഹോട്ടലിൽ. അപ്പം മഹാരാജ സ്യൂട്ട് എന്ന് പറയുന്ന അവിടുത്തെ സ്പെഷ്യൽ സ്യൂട്ടാണ് നമുക്ക് കിട്ടിയത്. ഇതൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഒരു റൂം. പിന്നെ കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അടുത്ത സ്ഥലം വിസിറ്റ് ചെയ്യാൻ പോയി. നമ്മൾ മൈസൂർ പാലസാണ് കാണാൻ പോയത്. അതും കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നമുക്ക് ടിക്കറ്റ് എടുക്കണമായിരുന്നു. അത് കഴിഞ്ഞ് നമ്മളെ ബാഗൊക്കെ നല്ല ചെക്കിങ് ചെയ്തിട്ടൊക്കെ അകത്തോട്ട് വിടത്തുള്ളൂ. അത് കഴിഞ്ഞ് അകത്ത് കയറി, അകത്ത് നമുക്ക് ചെരുപ്പൊന്നും ഇട്ടുകൊണ്ട് കയറാൻ പറ്റത്തില്ല. അതൊക്കെ നമുക്ക് വെളിയിൽ അവിടെ ഏരിയ ഉണ്ട്, അവിടെ ഏൽപ്പിച്ചിട്ട് വേണം നമുക്ക് അകത്ത് കയറാൻ വേണ്ടിയിട്ട്. ഭയങ്കര റഷായിരുന്നു അകത്ത്. സ്കൂൾ സ്റ്റുഡൻസ്, കോളേജ് സ്റ്റുഡൻസ്, പിന്നെ അല്ലാതെ ഫോറിനേഴ്സ്, ഭയങ്കര തിരക്കായിരുന്നു അവിടെ. പിന്നെ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാൻ പറ്റി ആ റഷിൻ്റെ ഇടയിൽ. ഇതൊക്കെ പാലസിനകത്തുള്ള കാഴ്ചകളാണ്. നല്ല രസമാണ് കേട്ടോ അകത്ത് കാണാൻ വേണ്ടിയിട്ടത്. പക്ഷെ നമുക്ക് ആ പില്ലറിൻ്റെ അടുത്തോട്ടൊന്നും പോകാൻ പറ്റില്ല, അവിടെയൊക്കെ കയറ് വെച്ച് കെട്ടി വെച്ചേക്കുമായിരുന്നു. പിന്നെ റഷും കൂടെ ആയതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുത്തില്ല. ഇതുപോലെ മഹാരാജാവിൻ്റെ സ്റ്റാച്യുവും പിന്നെ ഫോട്ടോസ്, ഇത് അന്ന് അവരുപയോഗിച്ചിരുന്ന കുറച്ച് സാധനങ്ങൾ അതൊക്കെ കാണിച്ചു. എല്ലാം ഒന്നും എനിക്ക് വീഡിയോ എടുക്കാനോ ഫോട്ടോ എടുക്കാനോ പറ്റില്ല, അത്ര റഷായിരുന്നു. ഇത് കൊട്ടാരത്തിൻ്റെ സെൻറ്ററിലുള്ള ആ ഒരു പോർഷൻ കാണിക്കുന്നതാണ്. പിന്നെ ഇത് മുകളിൽ കയറുമ്പോഴത്തേക്കും കാണുന്ന പില്ലേഴ്സും ഒക്കെയാണ്. ഇവിടെ മാരേജ് നടത്തുന്ന ഏരിയ എന്നാണ് അവർ പറഞ്ഞത്, കല്യാണ മണ്ഡപം ആണെന്നാണ് പറഞ്ഞത്. പിന്നെ അവിടെ നിന്ന് തന്നെ നമുക്ക് ഫ്രണ്ടിലെ മെയിൻ എൻട്രൻസ് വരെ ഉള്ള കാഴ്ചകൾ കാണാൻ പറ്റും. ഇതൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ പെയിൻറ്റിങ്ങും അവിടെയുള്ള ആർട്ടുകൾ എന്ന് വെച്ചാൽ ഡ്രോയിങ്സും ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. ചില ഏരിയയിൽ ചെല്ലുമ്പോഴത്തേക്കും നല്ല ചന്ദനത്തിൻ്റെ മണമൊക്കെ അടിക്കും കേട്ടോ, ഭയങ്കര സാൻഡലിൻ്റെ മണമായിരുന്നു. പിന്നെ ഫോട്ടോസ്, ഈ ഏരിയ നോക്ക് എന്ത് ഭംഗിയായിട്ടാണ് വരച്ചേക്കുന്നത്.
ഇത്രയും വർഷമായെങ്കിലും എന്ത് ഇതായിട്ട് ഭംഗിയായിട്ട് ഇരിക്കുന്നത് നോക്ക്. ഇതെല്ലാം സിൽവർ കൊണ്ടുള്ളതാണ്. ഈ കാണിക്കുന്ന ചെയേഴ്സ് എല്ലാം സിൽവർ കൊണ്ടുള്ളതാണ്. പിന്നെ നമ്മൾ പെട്ടെന്ന് തന്നെ വെളിയിൽ ഇറങ്ങി. റഷ് കാരണം എനിക്ക് കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ പുറത്തുനിന്നുള്ള കുറച്ച് വീഡിയോസ് ഇങ്ങനെ എടുത്ത് അശു കയ്യിലിരുന്ന് ഉറങ്ങിയതായതുകൊണ്ട് പെട്ടെന്ന് നമ്മളങ്ങ് ഇറങ്ങി. അത് എണീച്ച് ബഹളം വെച്ചു തുടങ്ങി. റഷ് കൂടുതലായപ്പോൾ കൊച്ചിന് ബുദ്ധിമുട്ടായി. പിന്നെ ഇതാണ് കൊട്ടാരത്തിൻ്റെ ഫ്രണ്ട് വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ ഈ ഒരു പാലസ് വിസിറ്റ് ചെയ്തതൊക്കെ. പിന്നെ ഏട്ടന് ചെറിയൊരു കോൾഡും കൂടെ ആയപ്പോഴത്തേക്കും നമ്മൾ കുറച്ചും കൂടെ പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തു. ഇത് മൈസൂരിലെ ഫസ്റ്റ് ഡേയുടെ വ്ലോഗാണ്. ഇനി സെക്കൻഡ് ഡേയുടേത് ഞാൻ ഉടനെ തന്നെ ഇടുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.